ആ രഹസ്യം ഞാൻ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അറിവിലേക്ക്. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ ഗണേഷ് കുമാറിന്റെ റോള് എന്നെ പരിഗണിച്ചിരുന്നു. അത് സുധീഷിന് പോലും അറിയില്ല. ക്ലൈമാക്സ് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ആ ഒരു സിനിമ ഇപ്പൊ ഇറങ്ങിയിരുന്നെങ്കിൽ ചേട്ടന്റെ ആ ഒരു ക്യാരക്ടർ ഇപ്പോഴത്തെ ഏത് ആക്ടർ ചെയ്താലായിരിക്കും നല്ലതെന്ന് എപ്പോഴെങ്കിലും? എന്റെ ചേട്ടൻ ഞാൻ തന്നെ ചെയ്താലും ശരിയാവും. അതിപ്പോ ഇറങ്ങിയാലും അതിന് മാറ്റമില്ല അല്ലേ? നിങ്ങള് എല്ലാം യോജിക്കോ വിയോജിക്കോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇവിടെ വെച്ച് പറയാണ്, ഞാൻ ഡയറക്ടർ ആയിരുന്നെങ്കിൽ വിവേക് ഒബ്രോയ് അല്ല വിനീതിനെ തന്നെ എന്ത് ഒരു പ്രശ്നവുമില്ല. വിനീത് ഗംഭീരമായിട്ട് ആ വില്ലൻ ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. ആക്ച്വലി കാസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം ദാറ്റ് മോഡുലേഷൻ ആ ഡബിംഗ് ഒക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ലേ അല്ലേ ഡബിംഗില്? അതെ, he has to speak good English. ഇപ്പൊ വിനീതിന്റെ സ്ഥാനത്ത് he speaks good English, correct diction, correct pronunciation. He speaks very good English. That's why he has been asked to dub for Mr. Suresh. അല്ല, leaving all that as പണ്ട് ചെയ്ത മൂവീസിലുള്ള ക്യാരക്ടർ അത് ഇപ്പോഴും വരണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല അങ്ങനെ ആഗ്രഹിക്കാറില്ല. അങ്ങനത്തെ വരരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. ലീലയിൽ കാസ്റ്റ് ചെയ്യാൻ രഞ്ജിത്ത് ഒരു ധൈര്യം കാണിച്ചു അങ്ങനെ ഒരു റോളിന്. അതേപോലെ തന്നെ ഹനീഫ് അദേനി എന്ന സംവിധായകൻ മാർക്കോയിലെ ആ വില്ലൻ ചേട്ടൻ ചെയ്താൽ നന്നായിരിക്കും എന്നിരിക്കും. ഞാൻ ഹനീഫ് കോൺഫിഡന്റ് ആണെങ്കിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. എവിടെയെങ്കിലും ഒക്കെ നിൽക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ വിളിക്കാറുണ്ടോ? ഇപ്പൊ പണ്ടത്തെ പോലെ അങ്ങനെ വിളിക്കാറില്ല. ഇല്ല, കുറഞ്ഞു. പണ്ട് സ്ഥിരമായിട്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും എന്നെ ഈ കിണ്ടിന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഫംഗ്ഷന് വിളിക്കുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. മൂവി വേൾഡ് മീഡിയയിൽ ധീരൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജഗദീഷ് ഏട്ടൻ, വിനീത് ഏട്ടൻ, അഭിരാം ഏട്ടൻ, സിദ്ധാർത്ഥ് ഏട്ടൻ, സുധീഷ് ഏട്ടൻ ആൻഡ് അരുൺ ചേട്ടൻ. നമസ്കാരം. സോ എനിക്ക് തോന്നുന്നൊരു പ്രത്യേക തരം ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ട്. എനിക്കൊന്ന് ജൂലൈയിൽ ധീരൻ റിലീസാണ്, അതിൻ്റെ ഒരു സന്തോഷമാണെന്ന് തോന്നുന്നു എല്ലാവരുടെയും മുഖത്ത് കാണുന്നത്. സോ ജഗദീഷ് ചേട്ടാ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് തന്നെ ചേട്ടൻ്റെ ഒരു എന്താ പറയുക സ്കിൽസ് അല്ലെങ്കിൽ ഒരു ടാലൻറ്റ് അല്ലെങ്കിൽ ഒരു കഴിവിനെ മാക്സിമം നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഫിലിം മേക്കേഴ്സ് അങ്ങ് അരച്ച് കലക്കി അങ്ങ് എന്താ പറയുക എക്സ്പ്ലോറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ ധീരൻ എന്നുള്ള സിനിമയിലൂടെ നമുക്ക് എന്താ പുതിയൊരു ഷെയ്ഡ് ഓഫ് ജഗദീഷിനെ നമുക്ക് കാണാൻ സാധിക്കുമോ, അതോ എന്താണ്? സാധാരണ ഇത്തരം പ്രൊമോഷൻ പരിപാടികളിൽ എല്ലാവരും അവരവരുടെ ക്യാരക്ടർ അത് വളരെ ഡിഫറെൻ്റ് ആണ്, സിനിമ വളരെ ഡിഫറെൻ്റ് ആണ്, ഇത് പ്രേക്ഷകരെ എല്ലാം ആകർഷിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, ഗംഭീരമായിട്ടുള്ള കഥയാണ്, ഇത് ഓരോ നിമിഷവും ഉദ്വേഗജനകമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് എല്ലാവരും. ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചും എനിക്ക് ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികളിലും എനിക്ക് മോശം പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറയട്ടെ, എനിക്ക് അടുത്ത കാലത്ത് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ഇതിലെ അബ്ബാസ് എന്ന് പറയുന്ന ക്യാരക്ടർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് വളരെ ടഫായിട്ടുള്ള ഒരു റോളാണ്. ബാക്കി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ വിട്ടേക്കു, സിദ്ധാർത്ഥൻ്റെ അത്ര സീരിയസ് പിന്നെ ഹ്യൂമറസ് റോളല്ല, അതിൽ വിനീതിൻ്റെയും അത്ര ഹ്യൂമറസ് റോളല്ല. വിനീതിൻ്റെ ഹ്യൂമർ റിസൾട്ട് സീൻ്റെ റിസൾട്ട് ഹ്യൂമർ വരുന്നുണ്ട്, ബാക്കിയുള്ളവരുടെയൊക്കെ കുറച്ച് ഹ്യൂമറസ് ആണ്. എനിക്കിതിനകത്ത് ഹ്യൂമറിൻ്റെ ഷെയ്ഡ്സ് ഓഫ് എന്താ പറയുക ആക്ടിങ് പാടില്ല. ഒരു പക്വതയുടെ ഒരു ഭാരം എന്നിൽ ഡയറക്ടർ ആദ്യമേ പിടിച്ചേൽപ്പിച്ചു. അപ്പം വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ പക്വത എന്ന് പറയുമ്പം ഇവരെല്ലാം ഹ്യൂമറസ് ആയിട്ടുള്ള സീൻസിൽ ഇവർ സ്കോർ ചെയ്യുന്നത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ സങ്കടപ്പെട്ടു. കാരണം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, എൻ്റെ റോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതേ അവസരത്തിൽ ഓരോ സീനിലും നമ്മുടേതായിട്ടുള്ള പൊട്ടൻഷ്യൽ നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുഹൂർത്തങ്ങളൊക്കെ ഈ സിനിമയിൽ ഈ കഥാപാത്രത്തിനുണ്ട്. അതാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ടൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് ഞാൻ ഈ കഥാപാത്രം ചെയ്തിരിക്കുകയാണ്, സന്തോഷത്തോടെ ചെയ്തിരിക്കുകയാണ്. ഇനി റിസൾട്ട് വരുമ്പോഴാണ് എനിക്ക് അഭിമാനമുണ്ടെന്ന് പറയാൻ കഴിയാം. റിസൾട്ട് വരട്ടെ, പ്രേക്ഷകർ പറയുമ്പോൾ ഞാൻ സന്തോഷിക്കും. അപ്പൊ ജഗദീഷ് ചേട്ടന്റെ ഒരു പുതിയ ഷെയ്ഡ് തന്നെയാണ് ഇതിനകത്തോടെ നമുക്ക് ഈ ഒരു ക്യാരക്ടറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇപ്പം ലിറ്ററലി അത് കറക്റ്റ് ആണ്. അതായത് അരച്ച് കലക്കി അങ്ങ് കുടിക്കുകയാണ് ചേട്ടന്റെ ആ ഒരു കഴിവിനെ നമ്മുടെ ഫിലിം മേക്കേഴ്സ്. അതായത് എടുത്തു പറയേണ്ടത് നമ്മുടെ മാർക്കോ എന്നുള്ള ക്യാരക്ടറിൽ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റിവിറ്റിയുടെ അങ്ങേയറ്റമാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പം ചേട്ടനൊരു പേടിയുണ്ടോ? അതായത് ആസ് എൻ ആക്ടർ നമ്മൾ ചാലഞ്ചസ് എടുക്കണം, പുതിയ റോൾസ് ഒക്കെ എടുക്കണം, എങ്കിൽ പോലും അത് പ്രേക്ഷകർ അത് എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും? ഞാൻ ഇത്രയും നാൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തത്, അപ്പൊ ഇനിയും ഇങ്ങനെ വരുമ്പോൾ
വരുമ്പോൾ പ്രേക്ഷകർ അത് എങ്ങനെ എടുക്കും, അത് ചിലപ്പം ഫ്ലോപ്പായി പോകാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരു തോട്ട് വരാറുണ്ടോ? അല്ല, അതില് ഈ ഡയറക്ടേഴ്സിനാണ് അവിടെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അവര് കോൺഫിഡന്റ് ആയിട്ട് വരികയാണ്. ഇപ്പൊ ലീലയിൽ കാസ്റ്റ് ചെയ്യാൻ രഞ്ജിത്ത് ഒരു ധൈര്യം കാണിച്ചു അങ്ങനെ ഒരു റോളിന്. അതേപോലെ തന്നെ ഹനീഫ് അദേനി എന്ന സംവിധായകൻ മാർക്കോയിലെ ആ വില്ലൻ ചേട്ടൻ ചെയ്താൽ നന്നായിരിക്കും എന്നിരിക്കും. ഞാൻ ഹനീഫ് കോൺഫിഡൻ്റ് ആണെങ്കിൽ ഞാനും കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഡയറക്ടേഴ്സിനെ വിശ്വസിച്ചാണ് നമ്മളൊരു സിനിമയിൽ, റൈറ്ററെയും ഡയറക്ടറെയും വിശ്വസിച്ചാണ് ഒരു സിനിമയിൽ ഞാൻ എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു ചലഞ്ചാണ്. ആ ചലഞ്ച് നമ്മൾ പരമാവധി നമ്മൾ ഏറ്റെടുത്ത് നന്നാക്കാൻ ശ്രമിക്കും. അത് ഓരോ കഥാപാത്രത്തിലും ഒരു കഥാപാത്രത്തിൽ നിന്നും വേറൊരു കഥാപാത്രം എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നാണ് ഞാൻ നോക്കുന്നത്. കാരണം പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന അതാണ്. ഇല്ലെങ്കിൽ പ്രേക്ഷകർ പെട്ടെന്ന് പറഞ്ഞോളാം. ഞാനിപ്പോൾ എൻ്റെ പ്രായത്തിനനുസരിച്ച് എനിക്ക് കൂടുതൽ കിട്ടുന്ന അച്ഛൻ കഥാപാത്രങ്ങളായിരിക്കും. ആ റിയാലിറ്റി ഞാൻ അംഗീകരിക്കണം. എനിക്ക് കിട്ടുന്ന പ്രായമായ കഥാപാത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ കൂടുതലും അച്ഛൻ, അമ്മാവൻ, ഈ കഥാപാത്രമായിരിക്കും. അപ്പോൾ ഈ അച്ഛൻ വേറൊരു ചിത്രത്തിലെ അച്ഛനേക്കാളും എങ്ങനെ ഡിഫറൻ്റ് ആണെന്നുള്ളത് പ്രേക്ഷകർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ പ്രേക്ഷകർ എന്ത് പറയും? എല്ലാത്തിലും ഒരേ അച്ഛൻ, ആ ഒരു അച്ഛൻ ജഗദീഷ്, അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് ഇതിലെ അബ്ബാസ് ഒരു അച്ഛനാണ്, പക്ഷേ ഫാലിമിയിലെയോ അതേപോലുള്ള വേറെ സിനിമകളിലെ ഗുരുവായൂർ അമ്പലനടയിലെയോ പോലെ ഉള്ള ഒരു അച്ഛനല്ല. അതിലെനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വെറൈറ്റി അല്ലെങ്കിൽ ആ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള സ്ക്രിപ്റ്റ് കിട്ടണം, അതിനനുസരിച്ചുള്ള സംവിധായകരെ കിട്ടണം. എങ്കിൽ എൻ്റെ കരിയർ ലോങ് കരിയറായിട്ട് പോകും. നേരെ മറിച്ച് വീണ്ടും ഞാൻ ചെയ്യുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ എൻ്റെ ലൈഫ്, സ്ക്രീൻ ലൈഫ് എന്നുള്ളത് അല്ലെങ്കിൽ കരിയർ എന്നുള്ളത് ലിമിറ്റഡ് ആവും. അത് ഞാൻ തിരിച്ചറിയണം. അപ്പം ഭാഗ്യവും കൂടെ കുറച്ച് വേണം. നമ്മുടെ ശ്രമങ്ങൾ എപ്പോഴും ഞാൻ റെഡിയാണ്. പക്ഷെ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെ തേടിയെത്തുന്ന കഥാപാത്രങ്ങളിലാണ് ഈ ഭാഗ്യം ഇരിക്കുന്നത്. അത് എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവരവർക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടിയാൽ അത് ഓരോ കഥാപാത്രവും ഓരോ അവസരമാണ്. ആ അവസരം കിട്ടിയിട്ടും പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അപ്പോൾ ഓക്കെ, നമ്മളെ മാത്രമാണ് ബ്ലെയിം ചെയ്യേണ്ടത്. നേരെ വിളിച്ച് നമുക്ക് അവസരമേ അതിനനുസരിച്ച് കഥാപാത്രങ്ങളെ കിട്ടിയില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ധീരൻ്റെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്, സംവിധായകനും ഹാപ്പിയാണ്. സംവിധായകൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫൈനൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഈസ് വെരി ഹാപ്പി. അപ്പോൾ ആ ഹാപ്പിനെസ് പ്രേക്ഷകർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡബിൾ ഹാപ്പി. ക്യാരക്ടറിനെ പറ്റി ഇത്രയും ഒരു ഡിസ്ക്രിപ്ഷൻ കേട്ടപ്പോൾ തന്നെ നമുക്കത് കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു നിലയിൽ നമ്മൾ എസ്പെഷ്യലി സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നിറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ എല്ലായിടത്തും ഉണ്ടെന്ന് നമ്മളൊന്ന് അറിയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വിനീതേട്ടൻ്റെ കാര്യത്തിൽ ഒരിക്കലും പ്രേക്ഷകർ അങ്ങനെ മിസ് ചെയ്തിട്ടില്ല ചേട്ടനെ. അതായത് ഇപ്പം ചേട്ടൻ ഇപ്പോൾ 2 സിനിമയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ TV തുറന്നു നോക്കുകയാണെങ്കിൽ ചേട്ടൻ അതിനകത്തുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു സ്റ്റേജ് പരിപാടിക്ക് പോവുകയാണെങ്കിൽ അവിടെ ചേട്ടനുണ്ട്. ഇപ്പം ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ ഏതെങ്കിലും ഒരു ഫിലിം ഫെയർ അവാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു അവാർഡ് ഫംഗ്ഷനൊക്കെ പോവാണെങ്കിൽ എല്ലാവരും ഫസ്റ്റ് അവിടെ കാണും. കാരണം എല്ലാവരും വേറെ പരിപാടിക്കൊന്നും പോകത്തില്ല. ഫസ്റ്റ് ആ വിനീതേട്ടന്റെയും ലക്ഷ്മി ഗോപാലസ്വാമിയുടെയും ഡാൻസ്, മിക്കവാറും പൂജ ഡാൻസ് തന്നെ കാണും. അതെ, പൂജ ഡാൻസ്. അതെ, കൃഷ്ണന് ആദ്യമായിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് അങ്ങനത്തെ ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല. ഇപ്പം സിനിമയിൽ കുറച്ച് ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ TV നോക്കുവാണെങ്കിൽ അവിടെ ചേട്ടനുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്റ്റേജ് ഷോയിലുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്യുന്നത്? ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്? ഡാൻസ് ആണോ അതോ? അല്ല, രണ്ടും. ബിക്കോസ് സിനിമ ഇസ് മൈ പ്രൊഫഷൻ ആസ് എൻ ആക്ടർ. അത് ഞാൻ സീരിയസ് ആയി എടുത്തതിന് ശേഷം അതിന്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെയാണ്. നിങ്ങൾ പറയുന്നതിന്റെ അതിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ തിരിച്ച് ചെയ്യുമ്പം യു ഷുഡ് ഡു സംതിങ് സബ്സ്റ്റാൻഷ്യൽ. ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലും അപ്രിഷിയേറ്റ് ചെയ്യുന്ന രീതിയിലും നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു ശ്രമം വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതൊരു ഗോഡ്സ് ഗ്രേസ് കൊണ്ട് അത് നന്നായി വരും, ആൾക്കാർ അപ്രിഷിയേറ്റ് ചെയ്യും. അപ്പോഴാണ് പിന്നെ യു ആർ ദെയർ ഇൻ ദെയർ മൈൻഡ്, അല്ലേ? പിന്നെ ഒരു കാര്യം, ഈ ഇൻ ദ ലോങ് റൺ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒരു ഗുഡ് വിൽ എന്ന് പറയും, അത് സിനിമയിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ജഗദീഷ് പറഞ്ഞ പോലെ ഈ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ വരുന്ന അവസരങ്ങളിൽ നിന്ന് നല്ലത് നോക്കി തിരഞ്ഞെടുക്കാനുള്ള ഒരു ബേസിക് ജഡ്ജ്മെന്റ് ഒരു ആർട്ടിസ്റ്റിന് വേണം. എന്തൊക്കെ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ സബ്സ്റ്റാൻഷ്യലായ ഒരു കഥ, ഒരു ടീം, അങ്ങനത്തെ ഒരു ടാലന്റഡ് ഡയറക്ടർ, അത് പുതിയ ആൾക്കാരും ആയിരിക്കാം, പക്ഷെ അത് നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ വി വിൽ നോ വാട്ട് എക്സാക്ട്ലി ദേ ആർ പ്ലാനിങ്. സോ അങ്ങനെ എല്ലാം ഒരു പ്ലേസിൽ ഒരു ടീം വർക്ക് ആയിട്ട് വീഴുമ്പോഴാണ് അത് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്നത്. പക്ഷെ ആ ഗുഡ് വിൽ ഇറസ്പെക്റ്റീവ് ഓഫ് നമ്മുടെ സക്സസ് റേറ്റിന് അല്ലാതെ കഥാപാത്രങ്ങളുടെ നന്മ അല്ലെങ്കിൽ പടം ഓടിയിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ ആസ് എൻ ആക്ടർ അതൊരു ഇമ്പോർട്ടൻറ്റ് ഘടകം എന്നാണ്
ഞാൻ മനസ്സിലാക്കിയത്. അതൊക്കെ കൊണ്ടായിരിക്കാം മിസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു നിങ്ങളിപ്പോ പിന്നെ പറഞ്ഞു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇടയ്ക്ക് വരെ പറഞ്ഞോട്ടെ. വിനീതിന് ഒരു ഭാഗ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഒറ്റപ്പാലത്തുള്ള ഒരു വലിയ തറവാട്ടിലെ ഒരു IAS ഓഫീസർ, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് വന്നിട്ടുള്ള ഒരു ഡോക്ടർ, ഇതൊക്കെ പറയാൻ നേരത്ത് ഈ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം കാസ്റ്റ് ചെയ്യുന്നത് വിനീതിനായിരിക്കും. നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ഒറ്റപ്പാലത്ത് വലിയ തറവാട്ടിലെ ഒരാളാണെന്ന്. നമുക്ക് അത് ഒരു ഭാഗ്യമാണ്, അല്ലെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഇതാണ് വിനീതിന്റെ ഭാഗ്യം. ഇത്രയും പേരിരിക്കുന്നു, നമ്മൾ ആദ്യം മനസ്സിലായത് കറക്റ്റ് പറയൂ വിനീതല്ലേ കറക്റ്റ്? ഒരു IAS ഓഫീസർ, ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഭയങ്കര വളരെ ഒരു ആർക്കിടെക്ട്, ബിസിനസ് ഓൺട്രപ്രണർ, ഭയങ്കരമായിട്ട് ഒരു 5-6 കമ്പനികൾ നടത്തുന്ന ഒരാളെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചോയ്സ് വിനീതാണ്. പക്ഷെ അത് ഏതൊരു ആക്ടറിനും അത് ആ വേഷപ്പകർച്ച കൊണ്ട് അതാവാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ സത്യം. അതാ നമുക്ക് സ്ക്രീനാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ആദ്യത്തുള്ള ഒരാളായിട്ട് നമ്മൾ അഭിനയിച്ച് ഫലിപ്പിക്കണം. നമ്മൾ ഫലിപ്പിക്കണം അഭിനയിച്ച്. ഇവിടെ മുഖത്ത് തന്നെ ആദ്യത്തെ കിടപ്പുണ്ട്, തറവാടത്തും കിടപ്പുണ്ട്. അപ്പൊ എന്റെ സ്ട്രെയിൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കേറി പറഞ്ഞത്. ചേട്ടന്റെ ലുക്ക് കൊണ്ടാണ് അത് ലുക്സ് തന്നെ ആക്ടർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ പറയാം, നെടുമുടി വേണു ഇസ് എ ഗ്രേറ്റ് ആക്ടർ അല്ലേ, ഭരത് ഗോപിച്ചേട്ടൻ. പക്ഷേ മമ്മൂക്ക ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ അവർ ചെയ്യുമ്പോൾ, നമ്മളൊരു മിലിറ്ററി ഓഫീസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന മമ്മൂക്ക ആയിരിക്കും അല്ലേ, ഒരു മേജർ, കേണൽ എന്ന് പറയുമ്പോൾ നായർ സാബ്. അപ്പൊ അതുകൊണ്ട് എന്നാൽ ആ പരിമിതി വെച്ച്, രൂപത്തിന്റെ പരിമിതി വെച്ച് തന്നെ ഗോപിച്ചേട്ടനും പിന്നെ വേണുചേട്ടനും അത് റോള് ചെയ്യും, അത് വേറെ പ്രശ്നം. പക്ഷെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ വെച്ച് സ്കാർഫൊക്കെ കെട്ടിയിരുന്നത് നമ്മൾ ആദ്യം മനസ്സിൽ വരുന്നത് മമ്മൂക്ക ആയിരിക്കും. എന്റെ പേരൊന്നും ഒരിക്കലും വരില്ല. വേണുചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഒരു ബ്രേക്കേഴ്സ് സിനിമയാണ് ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ, കമലഹാസൻ CBI ഓഫീസ്. വളരെ ഡിഫറെന്റ് ആയിട്ട് വേണുചേട്ടനെ കാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ ഡിഫറൻസ് വേണം. ആ ഡിഫറൻസ് എന്തെന്നറിയാം, വേണുചേട്ടനെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ CBIയിൽ അങ്ങനെയുള്ള ചില ഓഫീസേഴ്സും ഉണ്ട്. അതെ അതെ. സ്മാർട്ടായിട്ട് സേതുരാമയ്യർ CBI പോലെ ഈ നിലപാട് വേണുചേട്ടന്റെ ആ രൂപത്തിലുള്ള ബുദ്ധിരാക്ഷസന്മാര് அந்த மாதிரி பண்ணா எப்படி இருந்தாலும் அது ஆகலாம். അത് ഡിഫറെന്റ് ആയ ഒരു ചിന്തയായിരുന്നു അല്ലേ? அது அந்த 11:45 தானே മർഡർ നടന്നത്. அந்த இடத்துல அவங்க എന്ന് പറഞ്ഞു അങ്ങനെ ഒരു CBI ഓഫീസർ ഉണ്ട്. നേരെ മറിച്ച് 11:45 നടന്നിരിക്കുന്നത്. കമലഹാസന്റെ ഒരു മറ്റേ മിസ്റ്റർ റാവു. മിസ്റ്റർ റാവു, അതെ. അത് കമലഹാസൻ ബേസിക്കലി സുന്ദരനായിട്ട് വിരൂപനാകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അല്ല, ഈ ഓഫീസർ അങ്ങനത്തെ പലതരത്തിലുള്ള മറ്റേ ഇന്ദ്രൻ ചന്ദ്രൻ പ്രത്യേക. അപ്പൊ അതൊക്കെ ഓരോ നടന്മാരും ഓരോ വെല്ലുവിളികളാണ്. ഇപ്പൊ സിദ്ധാർത്ഥേട്ടൻ ഒരു ഡയറക്ടർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്. ഇപ്പം ജഗദീഷ് ചേട്ടൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ഒരു ഓൺടർപ്രണർ അല്ലെങ്കിൽ ഒരു തറവാട്ടിലെ ഒരു തമ്പുരാൻ അങ്ങനെയൊക്കെ വരുമ്പം വിനീതേട്ടനെ അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ, ഇപ്പം ചേട്ടന്റെ ഇപ്പൊ ഒരു സിനിമയിൽ അങ്ങനെ ഒരു റോൾ ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പം എങ്ങനെയായിരിക്കും അതിന്റെ ഒരു കാസ്റ്റിംഗ് പ്രോസസ് എങ്ങനെയായിരിക്കും? അതായത് അതിനനുസരിച്ചല്ല, ആ കഥയ്ക്ക് അനുസരിച്ചായിരിക്കും. ഇൻ ജനറൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇൻ ജനറൽ ആണ് ജഗദീഷ് ചേട്ടൻ പറഞ്ഞത്, അത്രയും തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ആ സബ്ജക്റ്റിനോട് അടുക്കുമ്പോൾ ആ സബ്ജക്റ്റിന് പിന്നെ സിദ്ധാർത്ഥൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ സിദ്ധാർത്ഥൻ ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് വെച്ചിരുന്നാൽ, സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു ഭയങ്കര ഗ്രേസ് ഉള്ള ഒരാൾ, അപ്പോൾ പ്രൊഡ്യൂസർ പറയും അത് വിനീതല്ലേ കറക്റ്റ്. സിദ്ധാർത്ഥൻ പറയും അല്ലല്ല, ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ബ്രേക്ക് ചെയ്യണം. ജഗദീഷ് ചേട്ടൻ നോക്കുന്നു കോൺസെപ്റ്റ് ബ്രേക്കിംഗ് ആണ് ഇപ്പൊ കൂടുതലായിട്ട്. ആ കോൺസെപ്റ്റ് നമുക്ക് ജഗദീഷ് ചേട്ടൻ. അപ്പൊ ജഗദീഷ് ചേട്ടനോ ഇങ്ങനെ വലിയ തറവാടി അല്ല, അത് നമുക്ക് ബ്രേക്ക് ചെയ്യണം. അല്ല, അങ്ങനത്തെ വിഷണറീസ് ഉണ്ട് ഇപ്പോഴത്തെ ഇതും. അങ്ങനത്തെ നോർമൽ സഡൻലി യു തിങ്ക് ഓഫ് എ പർട്ടിക്കുലർ ആക്ടർ, പക്ഷെ അതിനൊട്ടും ചേരാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് അതിലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഡയറക്ടേഴ്സ്. അതെ, എനിക്ക് തന്നെ ആ ഒരു ഭാഗ്യം ഈ അടുത്ത് വന്നേക്കുന്നതിലുള്ളതാണ് ബ്രഹ്മയുഗം. ഇപ്പൊ ഈ അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മളെ വിളിച്ച്, ബിക്കോസ് ഐ വാസ് നോട്ട് ആക്റ്റീവ് അറ്റ് ദാറ്റ് ടൈം, ബട്ട് സ്റ്റിൽ ആ ഡയറക്ടറിന് എന്റെ പേര് തോന്നിയെന്നും and he approached me. അപ്പോൾ again coming back to what ജഗദീഷ് ചില റോൾസ് വരുന്നത് ഒരു ഭാഗ്യമാണ്. അത് വന്ന് ചേരുന്നതിന്റെ ഒരു സാധനം. എല്ലാവരുടെയും പേരില് ബ്രഹ്മയുഗം ബ്രില്യന്റ് പെർഫോമൻസ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അല്ല, വേറെ കാര്യം ചെയ്തിട്ട്, അല്ല വിനീതിന്റെ കാര്യം പറഞ്ഞു. അതായത് ഈ പറഞ്ഞ പോലെ ഒരു നമ്മളിങ്ങനെ ഒരു തറവാടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ മനസ്സിലാലോചിക്കും, പെട്ടെന്ന് വിനീതിന്റെ മുഖം അല്ലെങ്കിൽ വിനീത് ഓക്കെ ആണെന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ മനസ്സിൽ പറഞ്ഞു. പക്ഷെ ഈ സിനിമയിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്, ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്തൊരു സാധനമാണ് വിനീത് പെർഫോം ചെയ്യുന്നത് അല്ലേ? ഓപ്പോസിറ്റ്സ് വർക്ക് ചെയ്യാന്നുള്ളതിന്റെ ഒരു സാധനമുണ്ട്. ഒരാളുടെ സ്ഥിരം രൂപത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റിലുള്ള ക്യാരക്ടർ. ഇപ്പൊ
വർണ്ണത്തിൽ ആശങ്കയിലെ കുഞ്ചാക്കോ ബോബന്റെ കാസ്റ്റിംഗ്. അതെ 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 അതെ. പുള്ളി ഈ പറഞ്ഞ പോലെ വെരി നൈസ് ഒരു കുടുംബത്തിൽ ഇത് വരുന്ന ഒരു നല്ലൊരു, ഈ കുട്ടി എന്തായാലും ഈ കുടുംബത്തെ രക്ഷിക്കും ഇത് ഉള്ളൊരു ലുക്കാണ്. നേരെ മറിച്ച് ഒരു ഏറ്റവും താഴെക്കട കിടക്കുന്ന ഒരാളായിട്ടും കാസ്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ക്രിയേറ്റ് എ വെരി യൂണിക് തിങ്. അതാണ് ചാലഞ്ച് ഫോർ ദി ആക്ടർ ആൻഡ് ദി ഡയറക്ടർ. ഡയറക്ടർ അതാണ് എക്സൈറ്റ്മെന്റ്. ചേട്ടൻ മറ്റേ വർണ്ണിത് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഓപ്ഷൻ കുഞ്ചാക്കോ ബോബൻ തന്നെ ആയിരുന്നോ അതോ? ആദ്യത്തെ ഓപ്ഷൻ കുഞ്ചാക്കോ ബോബൻ അല്ലായിരുന്നു, വേറൊരാളായിരുന്നു. പക്ഷെ അത് ആഷിഖ് ഉസ്മാനാണ്, പ്രൊഡ്യൂസറാണ് സജസ്റ്റ് ചെയ്തത്. സജസ്റ്റ് ചെയ്ത സമയത്ത് ഇത് വർക്ക് ആവുമായിരിക്കും. സജസ്റ്റ് ചെയ്ത സമയത്ത് ആദ്യമേ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു ഇതെങ്ങനെ എന്നുള്ളതിന്റെ. ബിക്കോസ് ആസ് ഐ സെഡ് ഹി ഹാസ് ദിസ് പർട്ടിക്കുലർ ലുക്ക് ഓഫ് ബീങ് എ വെരി ഗുഡ് ഗൈ. അപ്പൊ അതിനെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതേ ഇമേജിലുള്ള ഒരാളെ നേരെ ഓപ്പോസിറ്റിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ എങ്ങനെ ഉണ്ടാവും. വിനീതേട്ടനെയൊക്കെ അങ്ങനെയാണ് അതായത് സ്ഥിരം അല്ല വിനീതേട്ടനിൽ നിന്നും ഏറ്റവും വലിയ ബ്രേക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. വില്ലനായിട്ടൊക്കെ മഴവില്ല് അല്ലെങ്കിൽ പ്രേം പൂജാരിൽ വേറൊരു സൈക്കോ ടൈപ്പ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ബ്രേക്ക് ലൂസിഫർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ബോബി എന്ന് പറയുമ്പോൾ ഒരു വികാരം. തീർച്ചയായിട്ടും. ആക്ച്വലി അഖിൽ പറഞ്ഞിട്ടുണ്ട് സത്യേട്ടന്റെ മകൻ എന്നെ പാച്ചുവില് കാസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം ദാറ്റ് മോഡുലേഷൻ ആ ഡബിംഗ് ഒക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ലേ അല്ലേ ഡബിങ്ങില്? അതെ, ഡബിംഗ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു വോയിസ് അപ്പം അത് യൂസ് ചെയ്ത് യൂസ്ഫുൾ ആയി. അല്ലെങ്കിൽ ചേട്ടന്റെ വോയിസിനെ പറ്റി എപ്പോഴും ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അത് പോസിറ്റീവ് സെൻസിൽ. അപ്പം അത് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വിവേക് ഒബ്രോയ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബോബിയുടെ ക്യാരക്ടർ ഡബ് ചെയ്യാൻ വിളിച്ചപ്പം ഓക്കെ അറ്റ് ലാസ്റ്റ് എന്റെ വോയിസ് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റി അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് ആക്ച്വലി അത് ഭയങ്കര ഒരു അൺഎക്സ്പെക്ടഡ് വിളിയായിരുന്നു. എനിക്ക് ഐ വാസ് അപ്രിഹെൻസീവ്. ലാലേട്ടന്റെ മെയിൻ ബിഗ് പ്രൊഫൈൽ ഫിലിം പൃഥ്വിരാജ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ. സോ ഡെഫിനറ്റ്ലി അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് എനിക്കറിയാം. മോഹൻലാൽ എന്ന് പറഞ്ഞ അത് ഗ്രേറ്റ് ആ ഒരു കമേഴ്ഷ്യൽ ബിഗ് പ്രൊഫൈൽ ഫിലിമിലെ വില്ലന് എന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ അവിടെയും വില്ലന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ ബോബി എന്ന് പറയുന്നത് ദുബായിലൊക്കെ ബിസിനസ് ഉള്ള ഒരാളാണ്. അപ്പൊ അയാളുടെ എഡ്യൂക്കേഷൻ ഉണ്ട്, എഡ്യൂക്കേഷന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഹി ഹാസ് ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്. ഇപ്പൊ വിനീതിന്റെ സ്ഥാനത്ത് ഹി സ്പീക്സ് ഗുഡ് ഇംഗ്ലീഷ്, കറക്റ്റ് ഡിക്ഷൻ, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. He speaks very good English. That's why he has been asked to dub for Mr. Suresh. Leaving all that aside, on a practical ഒരു റിയാലിറ്റിയില് ഈശ്വര ഇത് ഞാൻ എങ്ങനെ ചേരും? Because first of all അതൊക്കെ ശബ്ദമുണ്ട്. നേരെ മറിച്ച് ആ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇല്ലാത്ത ഒരു ബോബി ആലോചിച്ച് നോക്കുക. വണ്ടർഫുൾ, I am very happy എന്നൊക്കെ പറഞ്ഞ് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ വിവേക് അല്ല അത് എന്തൊരു ഫീലായിരുന്നു പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ വേണം. അതേന്ന് പറയുന്നതിൽ പോലും ഒരു ഫീലായിരുന്നു. ബോബി അതേന്ന് പറയുന്നതിൽ അതൊക്കെ ഒരു ഫീലായിരുന്നു. അതെ, തൊടും ഗംഭീരല്ലേ തൊടുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ ഒറ്റ ചെറിയൊരു വാക്കാണ്. അല്ല അത് ഡയറക്ടർ കൺസീവ് ചെയ്യുന്ന രീതി, ആ ആക്ടറുടെ പെർഫോമൻസ് അത് മനോഹരമായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നോക്കിയിട്ട് നമ്മള് ഇപ്പൊ എന്റെ ഒരു എളിയ അനുഭവത്തില് ഇപ്പൊ നമ്മുടെ പടങ്ങൾ ഡബ് ചെയ്യുമ്പോഴും യു വിൽ ഷെയർ ദാറ്റ് വിത്ത് മീ. നമ്മളെപ്പോഴും ആ കഥാപാത്രമായിട്ടാണ് കാണുന്നത്. വി നെവർ സീ ദാറ്റ് ആസ് ourselves. സോ ഓട്ടോമാറ്റിക്കലി ആ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ യു വിൽ ചേഞ്ച് ഇൻ ടു ദാറ്റ് ക്യാരക്ടർ. സെയിം അപ്ലൈസ് ടു വെൻ യു ഡബിങ് ഫോർ അനദർ ആക്ടർ. ഇനി നിങ്ങള് എല്ലാം യോജിക്കോ വിയോജിക്കോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഇവിടെ വെച്ച് പറയാണ്, ഞാൻ ഡയറക്ടർ ആയിരുന്നെങ്കിൽ വിവേക് ഒബ്രോയ് അല്ല വിനീതിനെ തന്നെ എന്ത് ഒരു പ്രശ്നവുമില്ല. വിനീത് ഗംഭീരമായിട്ട് ആ വില്ലൻ ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. ഞാൻ ഡയറക്ടറാണ്. അപ്പൊ വിവേക് ഒബ്രോയുടെ അടുത്ത് എനിക്ക് എതിരായിട്ടൊന്നുമില്ല, കൊണ്ടുവന്നത് തെറ്റുമല്ല, അത് വിജയിച്ച് സൂപ്പർ ഹിറ്റാണ്. വിവേക് ഒബ്രോയുടെ ക്യാരക്ടറും ഓക്കെ. പക്ഷെ വിനീത് ചെയ്താലും ഈ വില്ലന്റെ ആ സ്വീറ്റ്നെസ്സും എല്ലാം കിട്ടുമായിരുന്നു എന്നാണ് എന്റെ പക്ഷം. കാരണം എന്താ വെച്ചാൽ വിനീത് അപ്പോഴത്തേക്ക് ഈ ഇമേജ് നഗക്ഷതങ്ങൾ ഇമേജ് അല്ല അവിടെ ഉള്ളത്. അവിടെ ബോബിയായിട്ട് വരുമ്പോൾ നഗക്ഷതങ്ങളുടെ പാവം ഇമേജ് അല്ല. അല്ല ഇതെല്ലാം ഒരു നിമിത്താണ്. അതിന് ഡബ് ചെയ്യാൻ എന്നെ വിളിച്ചത്. ഡബ് ചെയ്തപ്പോ പിന്നെ പാച്ചൂര് ഓക്കെ ആയില്ലേ? പാച്ചൂര് ഓക്കെ ആയില്ലേ? എങ്ങനെ ഓക്കെ ആയി പാച്ചൂര്? അപ്പൊ അതുകൊണ്ട് അങ്ങനെ പരീക്ഷിക്കാം. വേറെ തമിഴ് പടത്തില് നമ്മുടെ ക്യാമറാമാൻ സർവം താളമയം ഗംഭീര വില്ലനല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മള് അത് ശരിയാവോ എന്നൊക്കെ പിന്നെ ഹിന്ദി ആക്ടേഴ്സ് ഒക്കെ ചില പരിചയമില്ലാത്ത നമ്മുടെ നാട്ടിലെ പരിചയമുള്ള ലോക്കൽ അല്ലാത്ത ആൾക്കാർ വന്നാൽ
ചിലപ്പോൾ ക്യാരക്ടർ നന്നാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഹിന്ദി ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നാൽ ഞാൻ വിനീതിനെ കാസ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പലർക്കും ഓരോ ഇപ്പം ഹ്യൂമർ എലിമെന്റ് ആണെങ്കിലും ഇപ്പം ഡയറക്ഷനിലാണെങ്കിൽ എല്ലാവർക്കും ഓരോ എന്താ പറയുക ഒരു കോമൺ ലിങ്ക് ഉണ്ട്. എനിക്കൊന്ന് സിദ്ധാർത്ഥേട്ടനും അഭിരാമേട്ടനും ഒരു ലിങ്ക് ഉണ്ടോ? ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ചന്ദ്രേട്ടൻ എവിടെയാണ്, റൈറ്റ്? അപ്പം ഡയറക്ടറാണ്. അപ്പം എന്താ പറയാ നമ്മുടെ ഫസ്റ്റ് ഡയറക്ടറുമായിട്ടുള്ള അതെ. ഓക്കെ. അപ്പം ഈ ഒരു ധീരൻ എന്നുള്ളൊരു സിനിമയിൽ എന്താണ് എത്തിച്ചേർന്നതിന്റെ ഒരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ്? ചന്ദ്രേട്ടൻ ഇവിടെ കഴിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷമായി. അപ്പൊ അതിനകത്ത് എനിക്ക് സീൻ ഉണ്ടായിരുന്നത് ദിലീപേട്ടനുമായിട്ടാണ്. ഫസ്റ്റ് ഒറ്റ സീനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ഇവര് കാസ്റ്റിംഗിൽ ഇങ്ങനെ ഇരിക്കുക നമ്മള്. അപ്പോൾ ഒരു MLA യുടെ ക്യാരക്ടറാണ്. അപ്പോൾ അത് ആരും ചെയ്താലും മതി, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്യാവുന്ന സാധനമേ ഉള്ളൂ. പക്ഷേ സിദ്ധുബായിക്ക് അതൊരു സ്പെസിഫിക് ഒരു ആക്ടർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നല്ലൊരാൾ തന്നെ ചെയ്യണം. ചെറുതാണെങ്കിലും സിദ്ധുബായിക്ക് അങ്ങനെ നിർബന്ധങ്ങളുണ്ട്. ക്യാരക്ടേഴ്സൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള ആൾക്കാർ ചെയ്യണം. അപ്പോൾ ഇവരിങ്ങനെ ആലോചിക്കുന്നത് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അവസാനം സമീർ ഭായ് പ്രൊഡ്യൂസർ സിദ്ധുബായി അടുത്ത് ചോദിച്ചു, നീ ആരെപ്പോലത്തെ ആളെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സിദ്ധുബായി പറഞ്ഞു, കണ്ട അഭിരാമനൊക്കെ പോലെ ഇരിക്കുന്ന ഒരാള്. അപ്പൊ സമീർ ഭായ് അത് അഭിരാമനെ പോലെ ഇരിക്കുന്ന ആള് അഭിരാമനെ ചെയ്താൽ പോരെ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇവൻ പറയുന്ന വേർഷൻ ഓഫ് കഥയാണ്. ഇനി എന്റെ ഒരു വേർഷൻ ഓഫ് കഥ. അത് ഈ കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കുമല്ലോ, ക്യാരക്ടർ ആക്ടർ കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ചെക്ക് ചെയ്ത് MLA അഭിരാമ, നീ തന്നെ നിന്റെ പേര് അല്ല. അപ്പോഴാണ് അറിയണം ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ആക്ടർ സാധനവും സമീറിന്റെ ഇടപെടലും ഒക്കെ ആയിട്ട് ഫസ്റ്റ് ടേക്ക് എടുത്തപ്പോ ദിലീപേട്ടനായിട്ട് നടന്നു വരുമ്പോ ഞാൻ എന്തോ ഡയലോഗ് പറഞ്ഞു പോകണം. അപ്പോൾ നാടകത്തിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ ആദ്യമായിട്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫോക്കൽ ലെങ്ത്ത്, ഇപ്പോൾ ലൈറ്റിൻ്റെ മാർക്ക് അതെല്ലാം കറക്റ്റായിട്ട് വരണം. പിന്നെ ഡയലോഗും പറയണം ഫംബിൾ ചെയ്യാതെ. ഫസ്റ്റ് ടേക്കിൽ ആകെ കയ്യിൽ നിന്ന് പോയി. അതായത് അത് പോയിട്ട് വേറെയൊക്കെ വന്ന് ദിലീപേട്ടനെ കണ്ടപ്പോൾ തന്നെ കാറ്റ് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സിദ്ധുബായി എന്നെ സൈഡിൽ വിളിച്ചത് നാക്കിനെല്ലില്ലെന്ന് വെച്ച് വള പറയുമ്പോൾ ആലോചിക്കണം, മര്യാദക്ക് ചെയ്തിട്ട് പോയാൽ അല്ല. പിന്നെ മര്യാദക്ക് ചെയ്തു ആ വാശിയിൽ. പിന്നെ അല്ല, ഇതൊക്കെ ചിലപ്പോൾ ഈ ന്യൂമറോളജി എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് ഡെസ്റ്റിനി ന്യൂമറോളജി അതിനകത്ത് വരും. കാരണം എന്താ വെച്ചാൽ ഈ പിന്നെ അഭ്രപാളികൾ എന്നല്ലേ പറയുന്നത്, അഭ്രപാളികൾ എന്നാണ് സിനിമ പറയുന്നത്. അപ്പോൾ അഭ്രമിന്റെ സ്പെല്ലിംഗ് എന്ന് ABHRAM, അഭിറാമിന്റെ ABHIRAM, അഭിറാം, അഭ്രം, അതൊക്കെ ആയിട്ട് കോറിലേഷൻ ഉണ്ട്. മാത്രമല്ല അവനവന്റെ ആശാന്റെ പടത്തിൽ തന്നെ ആദ്യമായിട്ട് അതെല്ലാം ഗുരുത്വത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ സിദ്ധുബായിക്ക് പിന്നെ അറിയാമായിരുന്നു, എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു കോൺഫിഡൻസിൽ നമ്മളെ കൊണ്ട് ചെയ്യിച്ചു. അപ്പൊ അത് ഡബ് ചെയ്യാൻ വന്നപ്പോൾ സൗബിൻ അത് കണ്ടിട്ട് ആ കൊള്ളാലോ നീ അഭിനയിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ പറവയിൽ അഭിനയിപ്പിക്കണം. പിന്നെ പറവയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ സുഡാനിയിൽ അവർ നമ്മൾ അങ്ങനെ എല്ലാം കണക്റ്റഡ് ആയിരുന്നു. പിന്നെ ഓരോ സിനിമ കഴിഞ്ഞിട്ട് അതിന്റെ അപ്രീസിയേഷനാണ് എനിക്ക് അടുത്ത സിനിമ കിട്ടിക്കൊണ്ടത്. അങ്ങനെ അവസാനം 5-ാം പാതിര കഴിഞ്ഞപ്പോഴാണ് പാച്ചുവും അത്ഭുത വിളക്കിലെത്തുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് വിനീതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് 5-ാം പാതിരയിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര, ദിലീപേട്ടൻ കഴിഞ്ഞാൽ അടുത്ത ആള് വിനീതേട്ടനാണ്. നമ്മൾ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഫ്രം ദ ഇൻഡസ്ട്രി. ഞാൻ ഇദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്നു, വിനീതേട്ടന്റെ ബോംബെ. അങ്ങനെ അവസാനം ഇവിടെ പിന്നെ ഗാനമേള നടത്തുന്ന ഗാനമേളയിലെ സിംഗറായിട്ടുള്ള ധീരനകത്ത് ഒരു ഓർക്കസ്ട്ര സിംഗറാണ്. പാട്ട് പാടുന്ന സീനൊന്നുമില്ല, പക്ഷെ ഒരു ഓർക്കസ്ട്ര സിംഗറാണ്. ഈ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട രാജേഷുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഒരു മിഷന് വേണ്ടി പോകുന്നതാണ് അതിന്റെ കഥ. അതൊരു തരം ചാലഞ്ചായിരുന്നു. കാരണം ഇവരുടെ സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷനിൽ ഇത് ഇവിടെ വെച്ചാണ് സ്ക്രിപ്റ്റ് റീഡിംഗ് ക്രൗണിൽ തന്നെ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഓരോ ഡയലോഗ്സിലും ഇവര് പൊട്ടിച്ചിരിക്കുക. വിനീതേട്ടനാണെങ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ടെൻഷൻ, നമ്മളിത് പെർഫോം ചെയ്തിട്ട് ഇവരുടെ ആ ചിരി കുറയുള്ളൂ. അപ്പോൾ അത് ഇപ്പോഴും ഉണ്ട്. നമ്മളത് കൊള്ളാൻ നോക്കിയൊന്നും അറിയാൻ പാടില്ല. But still, I am hoping for the best, and I think the movie is going to be a great success. പെട്ടെന്ന് ചേട്ടന്റെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചേട്ടനെ കാണുമ്പോൾ ഫോർ ദ പീപ്പിൾ, അമൃതം, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മൈൻഡിലോട്ട് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ക്യാരക്ടേഴ്സ് പറഞ്ഞു. ഇപ്പം 2025 അടുത്ത മാസം ധീരൻ ഇറങ്ങാൻ പോവാണ്. എന്താണ് ഇതിനോട് യെസ് പറയാൻ, ധീരൻ എന്നുള്ള ഒരു ക്യാരക്ടറിൽ യെസ് പറയാൻ എന്തോ അതിനകത്ത് അട്രാക്ട് ചെയ്ത എലിമെന്റ് എന്താണ്? അല്ല, ഇതിൽ എല്ലാവരുടെയും ക്യാരക്ടർ വളരെ ഡിഫറെന്റും വളരെ അതിപ്പം നമ്മളെല്ലാ സിനിമയിലും പറയുന്ന അങ്ങനെ പറയുന്നതല്ല, വളരെ കൃത്യമായ അതിർത്തി ഡയറക്ടർക്ക് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. കൃത്യമായിട്ട് ഓരോരുത്തരും അപ്പോൾ കൃത്യമായി പ്ലേസ് ചെയ്യപ്പെട്ട കഥാപാത്രങ്ങളാണ്. ഇവരുടെയൊക്കെ കഥാപാത്രങ്ങൾ വേറൊരു സെഗ്മെന്റാണ്. ഞാൻ വിനീതന്റെ കൂടെയുള്ള ഒരു
ക്യാരക്ടറാണ്. അപ്പോൾ അതിലൊരു ടിൻഡ് ഉണ്ട്, ഒരു ഹ്യൂമറിൻ്റെ ഒരു അത്തരം ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ കഥാപാത്രം കടന്നു പോകുന്നത്. അപ്പോൾ അത് ഒരു എക്സൈറ്റിംഗ് ആയ ഒരു കാര്യമാണ്, അങ്ങനെയുള്ള പരിപാടികളിലൂടെ പങ്കെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവായി വർക്കായി വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പണ്ട് ചെയ്ത മൂവീസിലുള്ള ക്യാരക്ടേഴ്സ് പണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനെ ഇല്ല കേട്ടോ. ആ ഒരു കാലഘട്ടത്തൊക്കെ ചെയ്ത മൂവീസിലെ ക്യാരക്ടേഴ്സ് അത് ഇപ്പോഴും വരണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ? ഇപ്പോഴും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ വരണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ ആഗ്രഹിക്കാറില്ല. അങ്ങനത്തെ വരരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. പുതിയ കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ സിദ്ധുവിന്റെ ഒക്കെ ഒരു റീഇൻകാർണേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് സിദ്ധു ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു, അല്ലെ, ഒരുപാട് ഡിഫറെന്റ് ഷെയ്ഡ്സ് എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ നമ്മുടെ ക്ലാസിക്കൽ ആക്ടേഴ്സാണ് അപ്പുറത്തിരിക്കുന്നത്, അവരെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അവരൊന്നും ഒരു കാലഘട്ടത്തിന് മാത്രം നടന്മാരല്ല. ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ പഴയ നടൻ പുതിയ നടൻ അങ്ങനെ പറയാൻ പറ്റില്ല. ക്ലാസിക്കൽ ആക്ടേഴ്സ് എല്ലാ കാലത്തേക്കുള്ള നടന്മാരാണ് നമ്മളപ്പുറത്തിരിക്കുന്നവർ. അപ്പൊ അതൊക്കെയല്ലേ നമ്മൾ കാണേണ്ടത്. അപ്പം ഇനി അടുത്തതായിട്ട് ഇപ്പം സുധീഷ് ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് സുധീഷ് ചേട്ടൻ എന്ന് പറയുമ്പം ഒരുപാട് ക്യാരക്ടേഴ്സ് മൈൻഡിൽ വരുന്നുണ്ട്. പക്ഷേ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് കേട്ടാണ്, അതായത് ഫസ്റ്റ് സിനിമ 14 വയസ്സിലാണല്ലോ. അപ്പം അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നീന്തൽ അറിയണമെന്നായിരുന്നു. അപ്പം ചേട്ടന്റെ ആ ഒരു പേടി കാരണം ആ ഒരു എന്താ പറയാ, ആ ഒരു ഷൂട്ടിങ് വൈകുന്നേരം വരെ നീണ്ടുപോയി എന്ന് കേട്ടായിരുന്നു. അപ്പം അതിപ്പം അന്ന് നീന്തൽ എന്ന് പറയുന്നത് വെള്ളം പേടിയായതുകൊണ്ടായിരുന്നു. നീന്തൽ പഠിച്ചു, ചാടാൻ പഠിച്ചില്ല. പുഴയിലേക്ക് ചാടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സ്വിമ്മിങ് പഠിച്ചു. ഈ പടത്തിന് വേണ്ടി, ഫസ്റ്റ് പടത്തിന് വേണ്ടി എന്നോട് ആദ്യം പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന് സൈക്ലിംഗ്, പിന്നെ സ്വിമ്മിങ്. സൈക്ലിംഗ് അറിയാം, സ്വിമ്മിങ് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി അനന്തരത്തിൽ പഠിച്ചു. അമ്മ നീന്തും. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫസ്റ്റ് ഷോട്ട് തന്നെ ഈ എടുത്ത് ചാടാനാണെന്നുള്ള കാര്യം. ഈ ഡൈവിങ് അല്ലെങ്കിൽ ചാട്ടം പഠിച്ചിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന അന്ന് കുളത്തിലൊക്കെയുള്ള അന്ന് പഠിച്ചത്. പക്ഷേ ഷൂട്ട് ഉണ്ടായിരുന്നത് നല്ല ഒഴുകുന്ന പുഴയിലായിരുന്നു. അപ്പോൾ പുഴയിലേക്കാണ് ചാടേണ്ടത്. അപ്പോൾ കുറച്ച് ഹൈറ്റുള്ള ഒരു കന്മതിലിൻ്റെ മുകളിൽ ചാടണം. അപ്പോൾ ഒരു വൈകുന്നേരം വരെ ഞാനിങ്ങനെ ചാടാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. സത്യമായിട്ട് പറയാം, അടൂസാറിൻ്റെ ആ ഒരു ക്ഷമ കാരണം പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ച് വന്നു. അങ്ങനെ ഒരു 3-3:30 മണി 4 മണിയായി ഞാൻ ചാടിയപ്പോൾ. പറയുമ്പോൾ അവിടെ 3-4 ആൾക്കാരൊക്കെ അവിടെ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടെ നമുക്കൊരു പേടി, പേടിയായിരുന്നില്ലേ? ചാടാൻ പേടിയായിരുന്നു. അത് ഒഴുകുന്ന പുഴയാണ്, ഹൈറ്റും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫിലിമില്. പക്ഷെ ചേട്ടന്റെ മോനും പിന്നെ കുറെ നാൾക്ക് ശേഷം അതേപോലെ ഫസ്റ്റ് അതേ കാര്യം പറഞ്ഞത്, സ്വിമ്മിങ് പഠിക്കണം. അപ്പൊ ഇതിങ്ങനെ പണ്ടത്തേക്കൊന്ന് റിവൈൻഡ് ചെയ്ത് പോയോ? അപ്പൊ ഞാൻ പഠിപ്പിച്ച ചാട്ടാ പഠിപ്പിച്ചു. ചാടാൻ വല്ലതും ഉണ്ടെങ്കിൽ കുടുങ്ങിയല്ലോ. അപ്പൊ അപ്പുറത്തെ സ്വിമ്മിംഗ് പൂളിലായി പഠിത്തം. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടമാണല്ലോ, സ്വിമ്മിംഗ് പൂളിൽ ചാടാനും ഡൈവ് ചെയ്യാനൊക്കെ പഠിച്ചു. അത് വളരെ നല്ല കാര്യമാട്ടോ. ഇപ്പൊ എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം സ്വിമ്മിംഗ് എന്ന് പറയുന്നത്. സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, ജീവിതത്തിലൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണ് ചാടാനും. മതിലാടാനല്ലോ അതിന്റെ പഠിക്കേണ്ട കഴിയുന്ന പഠിക്കേണ്ട ഒഴുക്കിനെതിരെ നീന്താൻ കൂടെ കയറാനും ചാടാനും പഠിച്ചില്ല. സിനിമയിൽ ഏറ്റവും വേണ്ടത് ഒഴുക്കിനെതിരെ നീന്താൻ പഠിക്കണം. മോന് പേടിയുണ്ടായിരുന്നോ? ചേട്ടൻ എത്രയും പേടിയുണ്ടായിരുന്നോ? ഇല്ല, അവൻ ബൈഹാർട്ടായി. സ്വിമ്മിങ് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഈസിയായി മാറി. അല്ല, അവൻ ആ പടത്തിൽ ചെയ്തത് അവസാനം നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വരെ ചാടി എന്നുള്ളതാണ്. ഞാനൊക്കെ പേടിച്ചു പോയി. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് ഡൈവ് ചെയ്തു. അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, എന്താ പറയാ, കൊച്ചുപോലോ മെയിൻ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞൂടാ, നല്ല ഒഴുക്കുള്ള സ്ഥലത്ത്. അല്ല, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ കുളിക്കാൻ പാടില്ല. ആ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. അപ്പം ചേട്ടനൊരു പേടി ഉണ്ടായിരുന്നിരിക്കും അല്ലേ? എനിക്ക് ഭയങ്കര പേടിയാണ്, സത്യം പറയാം. കാരണം അവരെ കയ്യിലൊന്നും പിടിച്ചാൽ നിൽക്കില്ല. എത്ര 4-5 ആൾക്കാരോട് നിന്നാലും വെള്ളമല്ലേ, പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റില്ലല്ലോ. ഭയങ്കര ടെൻഷനായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും ഉള്ളില് ഭയങ്കര ടെൻഷനായിരുന്നു. ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ചേട്ടന്റെ റോൾസിന്റെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും കുറെ കൂടെ ഒക്കെ എന്താ പറയാ, ഒരു ആക്ഷൻ കോമഡീസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ട് ഇപ്പം ഏറ്റവും അനിയത്തി പ്രാവിലെ ആ ഒരു ക്യാരക്ടർ ഒക്കെ ആണെങ്കിലും കുറെ കൂടെ അതിനകത്ത് ആക്ഷൻ കോമഡീസ് ആണെന്ന് തോന്നുന്നു. അതിനകത്ത് കുറെ കൂടെ ചേട്ടന്റെ ഒരു ഇത് ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ. അല്ല, അനിയത്തി പ്രാവിലൊക്കെ ആക്ഷൻ കോമഡി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫാസിൽ സാറിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പെർഫോമൻസിലൂടെ കഥ പറയുന്ന ഒരു ആളാണ് സാർ. ആക്ടർ പെർഫോം ചെയ്യണം. അപ്പോൾ ഫാസിൽ സാറിനെ അഭിനയിച്ച് കാണിക്കും പല രംഗങ്ങളും. അപ്പം എല്ലാ രംഗങ്ങളും എല്ലാ ക്യാരക്ടേഴ്സും ഫാസിൽ സാർ അഭിനയിച്ച് കാണിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ എന്താ പറയുക, വളരെ കുറച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ചാക്കോച്ചൻ്റെ വരെ ഫാസിൽ സാർക്ക് അഭിനയിച്ച് കാണിക്കുന്നത് ഭയങ്കര വികാരം ഫീൽ ചെയ്യും. ചാക്കോച്ചൻ എന്നെ പകുതി ചെയ്തിട്ടില്ല പടത്തിൽ. പക്ഷെ അത് ഓക്കെയാണ്, ചാക്കോച്ചൻ ചെയ്തത് ഓക്കെയാണ്. പക്ഷെ എന്താ പറയുക, അത് എന്താ പറയുക, നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ അത്രയും അഭിനയിച്ച് കാണിച്ചു തരുന്നത്.
ഇതാണ് ക്യാരക്ടറിന് ആവശ്യം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് അറിയാമല്ലോ, ക്ലൈമാക്സ് എന്താ, വിദ്യാമ്മയും ലളിത ചേച്ചിയും തകർത്തല്ലേ ക്ലൈമാക്സ്. ആ 2 ഡയലോഗ് പടത്തിന് ഹൈലൈറ്റ്. ക്ലൈമാക്സിലുള്ള 2 ഡയലോഗാണ് ആ പടത്തിന്റെ ഹൈലൈറ്റ്. എൻ്റെ തെരുവോ എന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുവെക്കുമോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാ നമ്മൾ രോമാഞ്ചം വരും പടം കാണുമ്പോൾ അല്ലേ. ആ ഒരു സിനിമ ഇപ്പൊ ഇറങ്ങിയിരുന്നെങ്കിൽ ചേട്ടന്റെ ആ ഒരു ക്യാരക്ടർ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏത് ആക്ടർ ചെയ്താലായിരിക്കും നല്ലതെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇത് എന്റെ ക്യാരക്ടറോ? ആ ഒരു ക്യാരക്ടർ എന്റെ ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്താലും ശരിയാവും. അതിപ്പോ ഇറങ്ങിയാലും അതിന് മാറ്റമില്ല അല്ലേ? ഫാഷൻ ട്രെൻഡ് ഒക്കെ ഇപ്പം പണ്ടത്തെ കാലത്തും ഇപ്പോഴത്തെ കാലത്തും ഭയങ്കര ഡിഫറൻസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഇവര് 4 പേരും ഇട്ടിരിക്കുന്ന, നിങ്ങൾ 4 പേരും ഇട്ടിരിക്കുന്ന ഡ്രസ്സാണ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതായത് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഈ ധീരൻ എന്നുള്ള സിനിമയിൽ എന്തെങ്കിലും അതുമായിട്ട് ബന്ധമുണ്ടോ, അതോ നിങ്ങൾ ജസ്റ്റ്? ഞങ്ങൾ സ്വതവേ കളർഫുൾ ആൾക്കാർ. ദാറ്റ് റിഫ്ലെക്ട്സ്. അല്ല, പ്രോഗ്രാമിൽ വരുമ്പോൾ പ്രോഗ്രാമിൻ്റെ ഒരു കോസ്റ്റ്യൂം, സിനിമയിൽ കഥാപാത്രത്തിനനുസരിച്ചിട്ടുള്ള കോസ്റ്റ്യൂമാണ് നമ്മൾ ഇടുന്നത്. ഇത്തരം പ്രോഗ്രാമിൽ പ്രേക്ഷകരെ ഒന്ന് അവരെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ, അപ്പോൾ ഒന്ന് അത് പ്രോഗ്രാമിനെ ഒന്ന് എലവേറ്റ് ചെയ്യും, നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് എലവേറ്റ് ചെയ്യും. അതാണ് അവർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോസ്റ്റ്യൂം ഇടുന്നത്. ഇപ്പൊ നമ്മൾ ദൃശ്യം എന്നുള്ള സിനിമയില് മീന ചേച്ചി പറയുന്ന ഡയലോഗ്, നാട് ഓടുമ്പം നടുവേ ഓടണമെന്നിങ്ങനെ, അത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡയലോഗായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇതില് ചിന്തിക്കുന്ന ആളാണോ ജഗദീശൻ? അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഇത്രയും വർഷം കഴിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാനൊക്കെ നോക്കാറുണ്ടോ? അല്ല, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ അങ്ങനെ ഒരു സാഹസികനൊന്നും അല്ല. കാരണം വെച്ചാൽ പലപ്പോഴും നമ്മൾ അത്യാവശ്യമൊക്കെ പ്രതികരിക്കാറുണ്ട്, പക്ഷെ ചില കാര്യങ്ങളൊക്കെ പ്രതികരിച്ചാൽ എന്താകുന്നുള്ള ഉള്ളിൽ ഭയവും ഉണ്ട് ചില സമയത്ത്. അപ്പോൾ അത്ര ഒരു ബോൾഡായിട്ടുള്ള ഒരു ആളൊന്നും അല്ല ഞാൻ. ചിലപ്പം അങ്ങനെ പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി നമ്മുടെ കമൻസ് റിസർവ് ചെയ്ത് വെക്കുന്ന ആളാണ്. അതല്ലാതെ വളരെ ബോൾഡായിട്ട് എന്ത് വന്നിരുന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം വെട്ടി തുറന്നു അങ്ങനെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ ചില അവസരങ്ങളിലെങ്കിലും നമ്മുടെ അഭിപ്രായം എന്ത് വന്നാലും ശരി ഞാൻ എൻ്റെ അഭിപ്രായം തുറന്ന് പറയും എന്നൊരു നിലപാടെടുക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഫാഷൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഞാൻ എന്തും എനിക്ക് ഓക്കെയാണ്. അതിനുവേണ്ടി ഇന്ന രീതിയിൽ ഒരു പ്രോഗ്രാമിൽ വരുമ്പോൾ ഒന്ന് നോക്കും, എന്തെങ്കിലും കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ്, ഒരു സ്റ്റേജ് പ്രോഗ്രാമിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷന് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്രൗഡുമായിട്ടും പബ്ലിക്കുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ വരുമ്പോൾ നമ്മളൊരു ഡിഫറൻസ്, എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള ഒരു ഡിഫറൻസ് അവിടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെയാണ് ലൈക്ക് ബാഗി ജീൻസ് അങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കത് വിനീതേട്ടൻ പണ്ട് ഏതോ ഒരു, എനിക്ക് അതിന്റെ ഫോട്ടോ എനിക്ക് കിട്ടാൻ പറ്റിയില്ല, പക്ഷെ ഏതോ ഒരു സിനിമയുടെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ബാഗി ജീൻസും അന്നത്തെ ഒരു, പക്ഷെ ഇപ്പൊ അത് ഭയങ്കര ട്രെൻഡിങ് ആണ്. അന്ന് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അത് ഇട്ട് കണ്ടിട്ടുള്ളൂ. ഇന്നിപ്പോ ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ മോഡേൺ ആയിട്ട് ഇപ്പം കാർഗോ ജീൻസ് ഇട്ടിരിക്കുകയാണ് അശോകൻ. വേറെ പ്രൊമോയിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. കാർഗോ ജീൻസ് ഇട്ടിരിക്കുകയാണ്. കാർഗോ ജീൻസ് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെക്കാളും ഒക്കെ ലേറ്റസ്റ്റ് ആയില്ലേ, ട്രെൻഡി ആയി. ഞാനൊക്കെ ആസ്വദിക്കും, ട്രെൻഡ്സ് ആസ്വദിക്കും, പക്ഷെ കംഫർട്ടബിൾ ആയത് അവനവന് ചേരുന്നത്. ഐ എം നോട്ട് അറ്റ് ഓൾ എ ഡ്രസ് പേഴ്സൺ ഇൻ പേഴ്സണൽ ലൈഫ്. പക്ഷേ ഓഫ് കോഴ്സ് ഒക്കേഷൻസിന് ഡ്രസ് ചെയ്ത് പോകേണ്ട സമയത്ത് മിനിമം വാട്ട് സൂട്ട്സ് യു, അവനവന് ചേരുന്നത് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കും. ദാറ്റ്സ് മൈ സെൻസ് ഓഫ് ഫാഷൻ. പിന്നെ ഈ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കളർ. മുമ്പാണെങ്കിൽ സ്റ്റേജിൽ ഞാൻ എപ്പോഴും റെഡിന്റെ ഷെയ്ഡ്സ് ഉള്ള ഷർട്ട് ഇട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ പിടിച്ചു പറ്റാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ്. അട്രാക്ഷൻ ആൻഡ് അറ്റൻഷൻ രണ്ടും പിടിച്ചു പറ്റാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം ആ റെഡ് എന്നുള്ള ഒരു സംഭവം അത്ര ഒരു കാര്യങ്ങൾ റെഡൊക്കെ കുറെ കാലം റെഡായിരുന്നു. റെഡൊക്കെ ഒഴിവാക്കിയിട്ട് റെഡ് ഡാർക്ക് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം, അതൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒരു പക്വത വന്നു എനിക്കൊരു തോന്നുന്നു. ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ എനിക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ തോന്നുന്നു. സംഭവം ഓരോ കാലത്തും ഓരോ സംഭവങ്ങൾ. സ്റ്റേജ് ഈ റെഡൊക്കെ താല്പര്യമുള്ള ആള് തന്നെയായിരുന്നു സുധീഷ്. സ്റ്റേജിലൊക്കെ ജഗദീഷേട്ടൻ റെഡോ ഞാനും റെഡാണ് എന്ന് സ്റ്റേജ് പ്രോഗ്രാം ഞങ്ങൾ കോമൺ ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എല്ലാവരുടെയും എന്താ പറയാ ഒരു സിനിമ ജീവിതത്തിൽ ഇപ്പം ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ പേരാണ്. ഇപ്പൊ ജഗദീഷേട്ടൻ ഇപ്പം എവിടെ പോയാലും കേൾക്കുന്നതായിരിക്കും അപ്പുകുട്ട എന്നുള്ളൊരു ക്യാരക്ടർ. ഇപ്പം സുധീഷേട്ടൻ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുമ്പം ആരെങ്കിലും അങ്ങനെ വിളിക്കാറുണ്ടോ?
ലൈക്ക് അങ്ങനെ എവിടെന്നെങ്കിലും പണ്ടത്തെ കേൾക്കാറുണ്ടോ? പോലെ അങ്ങനെ വിളിക്കാറില്ല. ഇല്ല, കുറഞ്ഞു. പണ്ട് സ്ഥിരമായിട്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ എന്നെ ഈ കിണ്ടിന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഫംഗ്ഷന് വിളിക്കുന്നത് ഈ പേര് വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അഥവാ മിക്കവാറും എല്ലാവരും വിളിക്കും. ഇനി അഥവാ ചിലപ്പോൾ നല്ല സൈലന്റ് ആയിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ അവരങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ കൊണ്ട് വിളിപ്പിക്കും, എന്നാലേ ഒരു ഉഷാറാവുള്ളൂ പ്രോഗ്രാം. അല്ല, ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ ഈ കിണ്ടി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല ഇപ്പം. കാല് കഴുകാനൊക്കെ ഇപ്പൊ അതൊന്നും ഇല്ല. വീട്ടിന്റെ വളരെ എല്ലാ കാര്യത്തിലും ഐശ്വര്യപരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിരുന്നല്ലോ കിണ്ടി എന്ന് പറയുന്നത്. എന്താ എല്ലാ ഫംഗ്ഷനിലും ഒക്കെ തന്നെ നമ്മൾ മുമ്പിൽ വെക്കുന്ന ഒരു ഇതല്ലേ, വളരെ ക്ലൈമാക്സ് പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഇനി മണിച്ചിത്രത്താഴില് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു രഹസ്യം ഞാൻ ഇവിടെ വെച്ച് പറയാം. അത് സുധീഷിന് പോലും അറിയില്ല. ആ രഹസ്യം ഞാൻ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ അറിവിലേക്കായി. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ ഗണേഷ് കുമാറിന്റെ റോള് യേശുചേട്ടനെ വിളിച്ചത് എന്നെ പരിഗണിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ടില്ല, എന്നെ പരിഗണിച്ചിരുന്നു. ക്യാമറാമാൻ ആനന്ദക്കുട്ടൻ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു നല്ലൊരു റോളുണ്ട്, വിളി വരുന്നുണ്ട്, പാച്ചിക്കര പടത്തിനാണ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അവിടെ സജീവമായ ഡിസ്കഷൻ നടന്നു. സിദ്ദിഖ് ലാലും പാച്ചിക്കുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് കുറേ പേര് ഗണേഷിന് വേണ്ടി, കുറച്ച് പേര് എനിക്ക് വേണ്ടി ഒക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു തീരുമാനം ഫാസിൽ സാർ എടുത്തത് ഗണേഷ് ആ റോൾ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ്. ഇത്രയും വലിയ ക്ലാസിക് ആയിട്ട് മാറും നമ്മളൊന്നും പ്രതീക്ഷിച്ചതേ ഇല്ല. അറിയൂല നമുക്ക് എന്താ സംഭവം. മണിച്ചിത്രത്താഴിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വിനീതേട്ടനും അങ്ങനെ ജസ്റ്റ് ആദ്യം കൺസിഡർ ചെയ്തൊരു റോൾ അല്ലായിരുന്നു. പാച്ചിക ചോദിച്ചിരുന്നു മറ്റേ രാമനാഥൻ, പരിണയം വേറെ 2 പടങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഹിന്ദിയിൽ ചെയ്തു. പക്ഷെ തമിഴില് ചന്ദ്രമുഖി, ബാക്കി എല്ലാ ലാംഗ്വേജിലും ഹിന്ദിയിൽ ചെയ്തു. അവസാന രാമനാഥൻ ഹിന്ദിയിലും തമിഴിലും ചെയ്തു. വിനീതേട്ടൻ തന്നെയാണ്. അത് കന്നഡയിലുള്ള ഹീറോ ആണ് ഇവിടെ. കന്നഡയില് വിഷ്ണുവർദ്ധൻ സാറ്, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഫിലിം. കന്നഡയിലെ ഒരു ഹീറോയില് ശ്രീധറാണ് മലയാളത്തിൽ ചെയ്തത്. അത് അന്നേ മനസ്സിലൊരു വിനീതിന്റെ മനസ്സിലൊരു പ്രതികാരം ഉണ്ടായിരുന്നു. കന്നഡ സിനിമയിൽ പോയി ഈ വേഷം ഞാൻ തന്നെ കന്നഡ മലയാള സിനിമയിൽ ശ്രീധർ നീ ഒന്നും ചെയ്തില്ലേ, ഞാൻ കന്നഡ സിനിമയിൽ എന്തെങ്കിലും ഇത് എടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രതിജ്ഞ എടുത്തു. അതേപോലെ ചെയ്തു. ശ്രീധർ എന്ന് പറഞ്ഞിട്ട് അണ്ണനെ സമ്മതിച്ചെന്ന് പറഞ്ഞു. ഡെസ്റ്റിനിയാണ്. ഡെസ്റ്റിനിയെ ഞാൻ ഡെസ്റ്റിനിയെ പ്രതിജ്ഞ എന്ന് പറഞ്ഞെന്നുള്ളത്. അല്ല, ഈവൻ ചന്ദ്രമുഖി 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് ചന്ദ്രമുഖി. സോ സീ ഹൗ ഇറ്റ് ജസ്റ്റ് കേം ബാക്ക്. ആൻഡ് ഒരു ഭയങ്കര കോമ്പിനേഷൻ. രജനീകാന്ത് സാറ്, പി വാസു, ശിവാജി ഫിലിംസ്. എന്റെ ക്യാരക്ടർ തമിഴിലും തെലുങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല. ചെയ്യാൻ ആള് വേണ്ട. അല്ലല്ല, ഹിന്ദിയിലുണ്ട്. ഹിന്ദിയിലുണ്ടായിരുന്നു. ഹിന്ദിയിലുണ്ടായിരുന്നു. അതെന്താണ് തെലുങ്കിൽ ഹിന്ദിയിലൊന്നും കിണ്ടിയില്ല. ഇല്ല അല്ലല്ല, അത് ചന്ദ്രമുഖി അല്ല, മണിച്ചിത്രത്താഴിന്റെ ഡയറക്റ്റ് അഡാപ്റ്റേഷൻ അല്ല, അതിന് ത്രെഡ് ആയിരുന്നു. ഇറ്റ് വാസ് മോർ ഓഫ് ഒരു രജനി സാർ. ഹിന്ദി വാസ് ഡയറക്റ്റ് പാമ്പൊക്കെ ഉണ്ടായിരുന്നു മറ്റേ റൂമില് മുകളിൽ ഒരു വലിയ. ഓക്കെ, സോ അങ്ങനെ ധീരനിലെത്തിയിരിക്കുകയാണ് ഇത്രയും നാളത്തെ ഒരു ജേർണി കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്കൊരു നല്ല രീതിയിലൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. അതായത് എൻ്റെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് ജസ്റ്റ് ഒരു ഒറ്റവാക്കിലൊരു ഉത്തരവൊക്കെ തന്നാൽ മതി. അപ്പം ഒരു ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ കൂടുതൽ പറയണ്ടെന്ന് ഒരു നമുക്ക് പറയാം 1 വേർഡ് ആൻസർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. അതായത് നമ്മുടെ സിനിമയുടെ പേര് തന്നെ ധീരൻ എന്നാണല്ലോ അർത്ഥം. ധീരൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫിയർലെസ് അല്ലെങ്കിൽ ധൈര്യശാലി അങ്ങനെയൊക്കെയാണല്ലോ ഒരു മീനിങ്സ് ഒക്കെയാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സെറ്റില് ഏറ്റവും ധീരനായിട്ടുള്ള ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങളിൽ ഇത്രയും പേരിൽ ആരായിരിക്കും ഒരു ധീരൻ? ഒരാളുടെ പേര് പറയുള്ളൂ. ആണോ? അല്ല, നിങ്ങൾ ഇത്രയും നിങ്ങളുടെ സെറ്റില് ഒരു ധീരനായിട്ടുള്ള ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേര് പറയുമായിരിക്കും? അല്ല, നിങ്ങൾ ഇത്ര പേരിൽ ആരായിരിക്കും ഒരു ധീരൻ എന്ന് പറയുമ്പോൾ? അല്ല, ഞാൻ ഈ പടത്തിന്റെ കാര്യത്തിൽ ഞാൻ പറയാം. ഈ പടം സ്ക്രിപ്റ്റ് വായിച്ചു, ഓഫ് കോഴ്സ് ധീരൻ ടൈറ്റിൽ ക്യാരക്ടർ രാജേഷ് മാധവ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമ വരുമ്പോൾ ഇതിൽ ധീരൻ നമ്മുടെ ജോപ്പന്റെ ഒരു ധൈര്യം, അതായത് സുധീഷ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഇതില്. സോ അയാളുടെ ഒരു ധീരത ഒന്ന് വേറെ തന്നെ, അതൊന്ന് അനുഭവിക്കും ആൾക്കാർ. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് 2 രീതിയിലുണ്ട്. ധീരൻ എന്ന് പറഞ്ഞിരുന്നാൽ ബുദ്ധിയുള്ള ധീരനാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ബുദ്ധി ഇല്ലാത്ത ധീരന്മാരെ നമുക്ക് ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതില് ജോപ്പൻ എന്ന് പറയുന്ന സുധീഷിന്റെ ക്യാരക്ടർ ബുദ്ധി ഇല്ലാത്ത ധീരനാണ്.
അത് പടം കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ എന്നാലും ആ ധീരതയുണ്ട്. ആ ധീര- അതെന്തായിരിക്കാം, ഇഗ്നോറൻസ് അത് ആയിരിക്കാം. പടം കാണുമ്പോൾ മനസ്സിലാവും. ബുദ്ധിയില്ലാത്ത ധീരതയാണ്, വലിയ കുഴപ്പമാണ് കാണിക്കുന്നത്. പക്ഷെ ഇതിന്റെ ആക്ച്വൽ ധീരന്മാരെന്ന് പറഞ്ഞാല് ചിയേഴ്സ് എന്റർടൈൻമെന്റ്, ഗണേഷ്, ലക്ഷ്മി. ബിക്കോസ് അവര് ആക്ച്വൽ ധീരൻ നമ്മളുടെ പ്രൊഡ്യൂസറാണ്. ബിക്കോസ് അതിങ്ങനെ ഇറ്റ്സ് നോട്ട് ഈസി. അത് കണ്ടക്ട് ചെയ്ത് അതെ അതെ എല്ലാരും കൂടെ Location കോർഡിനേറ്റ് ചെയ്ത് അശോകേട്ടനാണ് ചെയ്ത് ധീരൻ. സക്സസ്ഫുൾ ആക്കുക എന്നുള്ളതാണ്. കാരണം ജഗദീഷേട്ടൻ്റെ കൂടെ ഇരിക്കണ്ടേ ഇത്രയും ദിവസം, ആ ഒരു ധൈര്യം വേണ്ടേ? ഒരു ക്വസ്റ്റ്യനോടുണ്ട്. അതായത് റീസെന്റ് ഇറങ്ങിയ സിനിമകളിൽ നിങ്ങൾ ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു റോൾ ഉണ്ടായിരുന്നു? അതായത് ഇന്ന റോൾ ഞാൻ ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു റോൾ ഉണ്ടോ? ഇഷ്ടപ്പെട്ട ഒരു റോൾ, ഇത് ഞാൻ ചെയ്താൽ കൊള്ളായിരുന്നു. ഈ പടത്തിലോ? ഈ പടത്തിലല്ല, റീസെന്റ് ഇറങ്ങിയ ഏതെങ്കിലും ഒരു സിനിമയിൽ. നമുക്ക് എല്ലാ വേഷവും ചെയ്താൽ കൊള്ളാൻ തോന്നാറുണ്ട്, പക്ഷെ അതൊക്കെ അംഗീകരിക്കണ്ടേ, സംവിധായകനും ജനങ്ങളൊക്കെ അംഗീകരിക്കണ്ടേ. അപ്പം ജഗദീഷ് ചേട്ടൻ അങ്ങനെ ഏതെങ്കിലും റോൾ തോന്നിയായിരുന്നു? എനിക്ക് തോന്നുന്നു മിക്ക സിനിമയിലും ജഗദീഷ് ചേട്ടൻ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു. ജഗദീഷ് ചേട്ടൻ വളരെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത role മാർക്കോ ആണ്. ചെയ്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര ഒരു ഡിഫറെന്റ് ഈ ആയിട്ട് ഓസ്ലറിലെ പരിപാടി ഓസ്ലർ, കിഷ്കിന്ദ കാണണം. ഒരുപാട് വെറൈറ്റി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, കറക്റ്റ്. അപ്പം ഇത്രയും നേരം ധീരൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവച്ചതിന്, സഹകരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.